السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الحمد لله. ഞാൻ ഇന്നെടുത്ത ടോപ്പിക് എന്ന് പറയാൻ എനിക്ക് കാര്യമായിട്ട് ഞാൻ എന്താ ടോപ്പിക് പറയണ്ടേന്ന് ഞാൻ ഹസീന ടീച്ചറോട് ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് മനസ്സിലാവുന്നത് ഞാൻ ഗാസേനെ പറ്റിട്ട് പറഞ്ഞോട്ടേ എന്ന് ചോദിച്ചത്. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലിട്ടുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാസയിൽ വരുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായേ എന്നുള്ളത് കാര്യങ്ങൾ മാത്രം. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ജസ്റ്റ് ഒരു ചെറിയൊരു ചുരുക്കുന്ന രീതിയിൽ എന്തായാലും നമുക്ക് നമ്മൾ ആ ടൈമിൽ ഇത്ര പാടൊന്നും പറയാൻ പറ്റൂല. ജസ്റ്റ് ഒരു ചുരുക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ്. ഒരു സാറ്റർഡേ സൺഡേ നമ്മളെ പോലെ തന്നെ ഒരു ഞായറാഴ്ചയും ശനിയാഴ്ചയും ആ ഒരു ദിവസം അവർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരു സാറ്റർഡേ സൺഡേ അവരും ഫാമിലിയായിട്ട് ഒന്നിച്ചിട്ട് ജോളി അടിച്ചിട്ടുണ്ടാവാം, പുറത്തു പോയിട്ടുണ്ടാവാം, എല്ലാം ചെയ്തിട്ടുണ്ടാവാം. പെട്ടെന്നാണ് തിങ്കളാഴ്ച 4:17 രാവിലെ പൊലിച്ച് 4:17 രാവിലെയാണ് അവരുടെ ലൈഫ് മൊത്തമായിട്ട് മാറുന്നത്. ഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ ആ സമയത്ത് കടന്നുറങ്ങുന്ന സമയത്ത് ഈ ശനിയും ഞായറും അവർ എങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചോ അവരുടെ ലൈഫ് മൊത്തമായിട്ട് മാറുന്നതാണ്. നമ്മുടെ ടിവിയിൽ കാണുന്നുണ്ടാവാം, ഫോണിൽ കാണുന്നുണ്ടാവാം, പല രീതിയിലും കാണുന്നുണ്ടാവും. പക്ഷെ എന്താ അത് കണ്ടിട്ട് നമ്മൾ അയ്യോ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുട്ടികളെ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണണ്ട, ആ ഒരു രീതിയിലാണോ നമ്മൾ പോയത്? അപ്പൊ ഇത് കണ്ടപ്പം ഫസ്റ്റ് നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് മൈൻഡിൽ എന്താ വരേണ്ടത്? എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലാഹു അലം, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിന്റെ വിസ്ഡം എന്താണ്, ബാക്കിൽ എന്താ സംഭവം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമുക്കാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? സൂറത്ത് ബഖറയില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വജൂഇ വനഖുദി മിനൽ അംവാൽ വൽ അൻഫുസ് വസമറാത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഖുർആന് പഠിക്കലും ഓതലും തഫ്സീർ പഠിക്കുക, എക്സാം എഴുതുക, എന്നിട്ട് കുറെ പഠിച്ചെന്ന് പറയാ, അതും ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ശരിക്കും ലൈഫിൽ വരുമ്പം എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നതാണ് വലനബലുവന്നകും. ഇവിടെ ലാം നൂ എന്ന് പറയുന്നത് ലാമു തൗക്കീദ് നൂനു തൗക്കീദ് എന്ന് പറയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്, അടിച്ചമർത്തിയിട്ട് അത്രയും സ്ട്രെസ്സോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും, നിങ്ങളെയും എന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യും എന്നുള്ളത് അത്രയും സ്ട്രെസ്സോട് കൂടിയാണ് പറയുന്നത്. സാധാ പോലത്തെ രീതിയിലല്ല പറയുന്നത്. വലനബലുവന്നകും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നതാണ്, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും, ഉറപ്പാണ്. ഇത് പറയുന്നത് ഞാനോ നിങ്ങളോ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്യും എന്നുള്ളത്. എങ്ങനെ? ബിശൈഇൻ, കുറച്ചൊക്കെ എന്ത് ഇനി പറയാൻ പോകുന്ന എല്ലാം ഉണ്ടാവും. ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഖൗഫ്, പേടി, ജുഅ നമുക്ക് വിശപ്പും കാര്യങ്ങളും പട്ടിണിയും കാര്യങ്ങളും എന്താന്ന് അത്, വനഖുദി മിനൽ അംവാൽ നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ മുന്നിൽ മരണപ്പെട്ടിട്ട് പോകും. വസമറാത്ത് നമ്മളെ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗാസയിലേക്ക് പോയിട്ട് അവിടെ അവർ നേരിട്ട് കണ്ട സംഭവങ്ങളാണ്. അതായത് ഇപ്പം എന്റെ ടീച്ചറൊക്കെ നേരിട്ട് ഗാസയിലേക്ക് പോയിട്ട് അവിടെ ശരിക്കും അനുഭവിച്ച സംഭവങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അവിടെ ഇങ്ങനെ ഈ ഫോണിൽ കാണുന്നതോ ടി വിയിൽ കാണുന്നതോ കാര്യങ്ങളല്ല. ഈ ഒരു 8 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ 8 ദിവസം ഡോക്ടേഴ്സാണ്, 8 ദിവസം അവിടെ പോയിട്ട് ശരിക്ക് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരിക്കലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അന്ന് ടെസ്റ്റ് ചെയ്യുന്ന നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കരുത് എനിക്ക് ഇവിടുന്ന് തന്നെ എല്ലാ ടെസ്റ്റുകളും എല്ലാ പരീക്ഷണങ്ങളും തരണേ എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മളിപ്പോ ടെസ്റ്റിലാണുള്ളത്. ഇപ്പൊ ഞാനും നിങ്ങളും ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു നിമിഷം വരെ നമ്മൾ ടെസ്റ്റിലാണുള്ളത്. കാരണം അധികം ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാല് ഭയങ്കര കഷ്ടപ്പാട്, ഭയങ്കര സങ്കടം, അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുക എന്നുള്ളതാണ് ടെസ്റ്റ് അല്ലെങ്കിൽ അസുഖം. ഞാൻ പൊതുവെ ആൾക്കാരോട് പറയൽ എന്താന്ന് വിചാരിച്ചാല് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഭയങ്കരമായിട്ട് വിഷമമുള്ള സമയത്തോ അസുഖങ്ങളോ അല്ല, ഭയങ്കരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ തരുമല്ലോ, ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ട് സോണിൽ നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് ഞാൻ പറയല്. കാരണം നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഭയങ്കര വിഷമമായ ഒരു ടെസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിലേക്ക് തിരിയും, യാ അല്ലാഹ് എനിക്കിത് മാറ്റി തരണേ, യാ അല്ലാഹ് എനിക്ക് ഭയങ്കര പാടാണ് നമ്മൾ പറയും.
പക്ഷെ നമുക്ക് എല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, നമുക്കൊരു വിഷമങ്ങളില്ല, ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടെസ്റ്റ് ആണെന്നാ പറയുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യണം, നിങ്ങൾ അവിടത്തേക്ക് പോകുക എന്നുള്ള ആ ഒരു ഫീലിംഗിൽ തന്നെ നിങ്ങളെ മനസ്സ് ആ ഗാസയിലേക്ക് പോയിരിക്കണം. കാരണം ഇത് പോയ ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ഇവർ ഗാസയിലേക്ക് എത്തുന്നതാണ്, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗാസയിലേക്ക് എത്തുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അന്ന് രാത്രി അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നാ പറയുന്നത്. ഈ ലോറിയിലൊക്കെ ഭക്ഷണം വരുമല്ലോ, ആ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റിംഗിലുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയി നിൽക്കുന്ന സമയത്ത് തൊട്ട് ബാക്കിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പം ഒരു 20 വയസ്സുള്ള ഒരു ആൺകുട്ടി ആയത്ത് കുറിച്ച് ഓതുന്നതാണ്. അപ്പം അവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഗാസയിലുള്ള ഓരോ ആൾക്കാരുടെ വായയിലും ആയത്ത് കുറിച്ചാണ്, അല്ലെങ്കിൽ ഖുർആന്റെ ഏതെങ്കിലും വാക്യം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഹോസ്പിറ്റലിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഓരോ മൂലക്കും ഈ ഖുർആൻ ഇങ്ങനെ നെഞ്ചോട് പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഓതുന്നുണ്ടാവും. ഫുൾ ടൈം അവർക്ക് ആ ഒരു ഖുർആനുമായിട്ടുള്ള ആ ഒരു ബന്ധം അങ്ങേയറ്റുണ്ട് എന്നാ പറഞ്ഞത് അവർ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഷഹാദത്ത് പറഞ്ഞോ, കാരണം ഏത് സമയത്താണ് നമ്മൾ പോവാന്ന് അറിയില്ലാലോ എന്നുള്ളത്. എന്നിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ 8 ദിവസം ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ 8 ദിവസവും അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. 8 ദിവസവും 24 മണിക്കൂറും അവർ ഒരു സൗണ്ട് കേട്ടോണ്ടിരുന്നു എന്നുള്ളത്, ഒരു എന്നുള്ളൊരു സൗണ്ട്. മനസ്സിലാക്കണേ, നമ്മളിപ്പം എന്താ പറയാ, അവർ അറബിയിൽ പറയാന്ന് പറഞ്ഞാൽ ജന്നാന എന്നാ പറയാന്നാ പറഞ്ഞത്. അതായത് ഈ ഒരു ഈച്ച കൊതുക്കെ ഇങ്ങനെ മൂളൂലെ, നമ്മളെ ചെവിയിൽ മൂളൂലെ, അതുപോലത്തെ ഒരു സൗണ്ട് 24 മണിക്കൂറും അവർ കേട്ടോണ്ടിരുന്നെന്നാ പറഞ്ഞത്. ഒരു മൊമെന്റ് വരെ ഇല്ല ആ സൗണ്ട് കേൾക്കാതെ എന്നുള്ള ആ ഒരു സൗണ്ട്. അത് കേട്ടപ്പോ ഇവർക്ക് എല്ലാവർക്കും പേടിയായി. അപ്പൊ ഈ ഗാസയിലുള്ള ആൾക്കാർ പറഞ്ഞ എന്താന്ന് വെച്ചാല് അത് കേട്ടാലും നിങ്ങൾ ചിരിച്ചോ. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് കേട്ടാലും എന്തിനാ ചിരിക്കുന്നേ. അത് കേട്ടാല് സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ എവിടെയും ബോംബ് എറിയുന്നില്ല എന്നർത്ഥം. ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ബോംബ് എറിയുന്നില്ല എന്നർത്ഥം. എന്നിട്ട് ഇവരെല്ലാവരും നിസ്കരിക്കാൻ പോയപ്പം നിസ്കാരം കഴിയുന്നതും ഈ ഒരു സൗണ്ട് സ്റ്റോപ്പായി. അപ്പൊ അവർക്ക് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ആ സമയത്ത് ഒരു ബോംബിന്റെ സൗണ്ട് കേട്ട് ആ സമയത്ത് ഇവരെല്ലാവരും പേടിച്ചെന്നാ പറഞ്ഞത്. എന്നിട്ട് ആ ഗാസയിലുള്ള ആൾക്കാർ സുബ്ഹാനല്ലാഹ് അവർ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, ഇത് കേട്ടാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ബോംബ് നമ്മളടുത്ത് വരൂല. അപ്പൊ ഇവർ പറഞ്ഞു പിന്നെ എന്ത് കേട്ടാലാ പേടിക്കണ്ടേ, ഒന്നും കേട്ടാലും പേടിക്കണ്ട, ബോംബ് ഈ സൈലന്റ് ആണെങ്കിൽ ബോംബ് എവിടെയോ എറിയുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും കേൾക്കുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മേത്തേക്ക് ബോംബ് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നമ്മളെ തായിൽ വീണിട്ടുണ്ടാവും, നമ്മൾ മരിച്ചിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഇവരൊക്കെ മരണത്തിനെ പറ്റിയിട്ട് പറയുന്നത് നമ്മള് ഇന്ന് രാത്രി ഏത് ഭക്ഷണം ആക്കണം, നാളെ രാവിലെ ഏത് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുന്ന കോലത്തിലാണ് ഇവർ മരണത്തിനെ പറ്റിയിട്ട് പറയുന്നത്. അവർ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഹൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറ ഞാൻ ടെസ്റ്റ് ചെയ്യും പേടി കൊണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് അവർക്ക് കഴിഞ്ഞു, ഹൗഫ്. അടുത്തത് നമുക്ക് ആ ഒരു വിശപ്പ്, ആ ഒരു ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. അവർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ എവിടെയും ഭക്ഷണില്ല. അതായത് ഗാസന്റെ നോർത്ത് സൈഡില് തീരെ ഭക്ഷണില്ല, സൗത്ത് സൈഡിലാണെങ്കിൽ അവിടെയും ഇല്ല. അവർ മിഡിലുള്ളത്, എവിടെന്നെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാലായി എന്ന് പറയും. അങ്ങനെ ഇവർ ഈ ഡോക്ടേഴ്സ് അവിടത്തേക്ക് വന്നത് കാരണം, വേറെ നാട്ടിൽ നിന്ന് അവരെ സഹായിക്കാനായിട്ട് വന്നത് കാരണം, ഈ ഗാസയിലുള്ള ആൾക്കാർ എവിടുന്നെല്ലോ എന്താക്കി ഒരു 2 കഷ്ണം ബ്രെഡ് ഇവർക്ക് കൊണ്ടു കൊടുത്തു എന്നാ പറഞ്ഞത്. ഈ 2 കഷ്ണം ബ്രെഡ് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ആൾക്കാർ പട്ടിണിയിലുള്ളത്, അവർക്ക് ഭക്ഷണം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളൊക്കെ എത്ര ഭക്ഷണമാണെങ്കിൽ ഒരു കല്യാണത്തിലും ഒക്കെയും ഇങ്ങനെ അങ്ങനെ ലാവിഷാക്കിയിട്ടാ കൊണ്ടുപോകുന്നത്. അതാ ഞാൻ പറഞ്ഞ ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കും കൂടിയാണ്. നമ്മൾ ഇത്രയും ലാവിഷാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അള്ളാന്റെ മുന്നിൽ ശരിക്കും നിന്നിട്ട് പറയേണ്ടി വരും ഇതെന്താ ചെയ്തേന്നുള്ളത്. അപ്പൊ ഈ 2 കഷ്ണം ബ്രെഡ് അവർക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് സഹിക്കാൻ പറ്റായിട്ട് വിശപ്പ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, വിശപ്പ് സഹിക്കാൻ പറ്റായിട്ട് എവിടുന്നോ 2 മുട്ട പോന്ന കണ്ടപ്പം, ഒരാളിങ്ങനെ മുട്ടയും കൊണ്ട് പോകുന്നുണ്ടപ്പം ഈ ഡോക്ടേഴ്സ് ഈ മുട്ട വാങ്ങി. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കേറിയപ്പം ഒരു നഴ്സ് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് തരട്ടെ. അപ്പൊ ഈ ഡോക്ടേഴ്സ് ചോദിച്ചത് നിങ്ങൾക്ക് ബോയിൽ ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടോ, അത് നമ്മൾ മാനേജ് ചെയ്തോളാം, അത് നമ്മൾ ചെയ്തുതരാം. അപ്പൊ അവർക്ക് ഇല്ലാത്തതിൽ നിന്ന് അവർ എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരുന്നതാണ്.
എന്നിട്ട് ഈ അത്രയും ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ, അത്രയും ഗാസയിലുള്ള അത്രയും ആൾക്കാരോട് ഇതിനെ പറ്റിട്ട് ചോദിച്ചപ്പം ഒരാള് വരെ കംപ്ലൈന്റ് പറയുന്നില്ല എന്നാണ്. ഒരു നേഴ്സ് പറഞ്ഞ എന്താന്ന് വെച്ചാല് തൊബാന്നാ പറഞ്ഞത്, അതായത് കഴിയുന്നില്ല, പറ്റുന്നില്ല, ക്ഷീണാവുന്നു എന്നുള്ളത്. കുറെ ദിവസമായില്ലേ ഇങ്ങനെ തന്നെ ഇതാക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ, അത് മാത്രമാണ് ഒരാൾ പറഞ്ഞത്. ബാക്കി ഒരാളും ഒരു കംപ്ലൈന്റും ഇല്ല. അൽഹംദുലില്ലാ, അള്ളാന്റെ തീരുമാനല്ലേ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, സുബ്ഹാനല്ലാഹ്, നമ്മളെ മക്കൾ അറിഞ്ഞിരിക്കണം എന്താ അവിടെ സംഭവിക്കുന്നുള്ളത്. നമ്മളെ മക്കള് ഭയങ്കരമായിട്ട് റീൽസിലും അതിലും ഇതിലും നിൽക്കുമ്പോ നമ്മൾ പാരന്റ്സ് പറഞ്ഞു കൊടുക്കണം ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. 8 വയസ്സുള്ള ഒരു ആൺകുട്ടി, സക്കരിയ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി, അവിടെ ഹോസ്പിറ്റൽ അവർ നിന്നപ്പോ ഈ 8 വയസ്സുള്ള ഒരു ആൺകുട്ടി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഈ സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉന്തുന്നാണ്. ഇത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സാനിയ എന്ന് പറഞ്ഞവർ ഇതൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഈ 8 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഈ ഓരോരോ ബോംബുമായിട്ട് വന്ന ആൾക്കാർ ഈ ബെഡിൽ ഉണ്ടാവില്ല, ആ സ്ട്രക്ചർ ഇങ്ങനെ ഉന്തിക്കൊണ്ടോന്നാണ്. ജസ്റ്റ് ആലോചിക്കണേ, നമ്മൾ 8 വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ്, വലിയ 20 വയസ്സോ 25 വയസ്സോ അല്ല, 8 വയസ്സ്. എന്നിട്ട് ഈ കുട്ടീനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, എനിക്ക് വലുതായാലും ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണേ, ആ കുട്ടീന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ കുട്ടീന്റെ വീട്ടില് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ട്. ഉപ്പയില്ല, ഉമ്മയില്ല, ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റർ ഇല്ല, കുടുംബക്കാരില്ല, ഒരാൾ ഒഴികെയുള്ളൂ. ആ ഒരാളെന്ന് പറയുന്നത് ഈ കുട്ടി മാത്രമാണ്. ആ കുട്ടീന്റെ ഫാമിലിയിൽ ഇനി ഫാമിലി, കുടുംബക്കാർ എന്ന് പറയാൻ ഒരാളും ഇല്ല. ആ കുട്ടിക്ക് എന്ത് ഫ്യൂച്ചറുള്ള, ആ കുട്ടിക്ക് എന്ത് ഡോക്ടർ ഉള്ളത്? പക്ഷെ ആ കുട്ടി പറഞ്ഞതാണ്, എനിക്ക് വലുതായാലും എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഇതാണ് 8 വയസ്സുള്ള അവിടുത്തെ ആൾക്കാർ പറയാന്ന് പറഞ്ഞാല് 8 വയസ്സ് പ്രായമാണ്, പക്ഷെ അവർ എല്ലാവരും വലുതായ ആണുങ്ങളാണെന്നാ പറയാ. അപ്പൊ നമ്മളെ കുട്ടികളുടെ അവസ്ഥ എവിടെയാണ്, അവർ എവിടെയാണെന്ന് ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും, നമ്മളെ കുട്ടികളെ എന്താ പഠിപ്പിച്ചെന്നുള്ളത്. കാരണം ആ കുട്ടീന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ആ കുട്ടി അവിടെ ഇരുന്ന് കരഞ്ഞതല്ല, ആ കുട്ടി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടന്ന് കളിക്കുന്നുണ്ടായത്. നമ്മളെ കുട്ടിയൊക്കെ നമ്മളെന്നെ, എന്റെ കുട്ടിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, എന്റെ കുട്ടിക്ക് ഇവിടെ കിട്ടിയില്ല, നമുക്ക് ഫുൾ കംപ്ലൈന്റ് ആണ്, മൊത്തം കംപ്ലൈന്റ് ആണ്. എവിടെ തിരിഞ്ഞാലും എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്റെ കുട്ടിക്ക് അത് കിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കംപ്ലൈന്റ് അല്ലാതെ അള്ളാഹിനോട് അൽഹംദുലില്ലാ എന്നുള്ള ഒരു മനസ്സ് തട്ടിയിട്ട് നമ്മൾ ശരിക്കും പറയുന്നുണ്ടോ, നമ്മൾ നമ്മളെ തന്നെ ചോദിച്ചു നോക്കാം. ഇന്ന് ഞാനിപ്പോ ഇവിടെ ഗാസനെ പറ്റി പറയുന്നത് ജസ്റ്റ് അവരുടെ ഒരു സ്റ്റോറി, കാര്യങ്ങൾ പറയുന്നത് വെറുതെ അല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മള് ഒരു മുസ്ലിം ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ടോ എന്നുള്ളത്, അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നമ്മള് ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡിയാണല്ലേ. ഒരു കൈ വേദനിച്ചാല് നമുക്ക് മൊത്തമായിട്ട് വേദനിക്കൂലേ? അപ്പൊ എന്തേ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കാത്തെ? ജസ്റ്റ് നമ്മൾ ദ്വാ മാത്രം ചെയ്താൽ മതി. എന്തേ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാത്ത? എന്തേ നമ്മൾ മാറാത്തെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിൽ പറയുന്നില്ലേ, ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരും, ആ ഒരു പരീക്ഷണത്തിനെ നിങ്ങൾ സൂക്ഷിച്ചോ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്, ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരും, അത് നിങ്ങൾ ശരിക്ക് സൂക്ഷിച്ചോ. അത് ആർക്ക് മാത്രമല്ല വരിക, അക്രമികൾക്ക് മാത്രമല്ല, തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല വരിക, മൊത്തമായിട്ടാ വരിക. അതിൽ ഞാനും പെടും. അപ്പൊ ആ ഒരു ശിക്ഷനെ പറ്റിയിട്ട്, ആ ഒരു പരീക്ഷണത്തിനെ പറ്റിയിട്ട് ശരിക്ക് സൂക്ഷിച്ചോ എന്നാ പറയുന്നത്. ലാസ്റ്റത്തത് അല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹ് കഠിനമായി പരീക്ഷിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ ഒരു ഇത് പോരെ നമുക്ക് ആ ഒരു അള്ളാന്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്? എങ്ങനെയാ പിന്നെയും പിന്നെയും അള്ളാനെ ധിക്കരിച്ചിട്ട് നടക്കാൻ പറ്റുക നമുക്ക് ഈ ഭൂമിയിൽ? അള്ളാഹ് കഠിനമായിട്ട് ശിക്ഷിക്കുമെന്ന് അള്ളാഹ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് അവിടെ പോയ ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവിടെ ഒരു സ്ത്രീനെ വരെ, ഒരാളെ വരെ, ഒരു ലേഡീനെ വരെ നമ്മൾ കാണൂല പ്രോപ്പർ ഹിജാബ് ഇല്ലാതെ. അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഇങ്ങനെയാണ് ഉറങ്ങുന്നത്, ഇങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്. അവർക്ക് ഡ്രസ്സില്ലായിട്ടല്ല,
ഏത് സമയമാണ് നമ്മൾ പോകേണ്ടത് നമുക്കറിയില്ല. അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പം അള്ള തൃപ്തിപ്പെടുന്ന രീതിയിൽ എനിക്ക് പോകണം. ഇതായിരുന്നു അവരുടെ വാക്കുകൾ എന്നാ പറയുന്നത്. നമ്മൾ എത്ര ആൾക്കാരുണ്ട്, നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെ വരെ ആ ഒരു രീതിയിൽ കണ്ടാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെല്ലാ സ്ഥലത്തും ചെയ്യും, നമ്മളെല്ലാം പഠിക്കും. പക്ഷെ നമ്മളെ മക്കള് പാന്റും ഷർട്ടും മുടിയൊക്കെ കാണിച്ച് സൈഡിലൊരു ഷോള് മാത്രം ഇട്ട് നടന്നാലും, അല്ലെങ്കിൽ പ്രോപ്പർ ഹിജാബ് ഇല്ലെങ്കിൽ ഒരു കുത്തല് വരെ ഇല്ലാലോ നമുക്ക്. യാ റബ്ബ്, എന്റെ മോള് നിന്നെ ധിക്കരിച്ചിട്ടാണല്ലോ നടക്കുന്നതെന്നുള്ള ആ ഒരു കുത്തല് വരെ നമുക്ക് ഇല്ലാലോ. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യാ, കല്യാണത്തിന് പോയാല് ഭയങ്കര മോഡേൺ ആയിട്ട് തലയിൽ ഹിജാബ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ടൈറ്റ് ഡ്രസ്സ്, മേക്കപ്പ്, എന്നിട്ട് നമ്മൾ എന്ത് പറയും, മാഷാ അല്ലാ ഇന്നെ കാണാൻ എന്താ സ്റ്റൈല്. നമുക്ക് തന്നെ അറിയില്ല അള്ളാന്റെ വാക്ക് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. അത്രയും താഴ്ന്ന ലെവലിലേക്ക് നമ്മളിപ്പോ പോയിട്ടുള്ളത്. അള്ളാന്റെ പേര് നമ്മൾ എവിടൊക്കെ കൊടുക്കണം, അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന്റെ അടുത്താണ് നമ്മൾ പറയുന്നത് അള്ളാഹ് അതിൽ ബർക്കത്ത് നൽകട്ടെ. എന്താ നമ്മൾ ശരിക്കും ജസ്റ്റ് നമ്മൾ നമ്മളോട് ചോദിക്കും, നമ്മൾ ഏത് ലെവല് വരെ താണു എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തല്ലേ നമ്മൾ എവിടത്തേക്കാ താണത്? എനിക്കറിയുന്ന ഒരാളുണ്ട്, സ്വന്തം സിസ്റ്ററിന്, സ്വന്തം ഇത്താത്തന്റെ കല്യാണത്തിന് ഈ ബ്രദർ കല്യാണത്തിന് പോയില്ല, നിക്കാഹ് കൂടി, എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം എന്താന്ന് വിചാരിച്ചാല് ഈ സിസ്റ്റർ മേക്കപ്പിലാണ്, തലയിൽ തട്ടുമൊക്കെ ഉണ്ട്, പക്ഷെ മേക്കപ്പിലാണ്, സ്റ്റേജിന്റെ മേലെയാണുള്ളത്. അതുകൊണ്ട് ഇവൻ എന്താക്കി, പോയില്ല. ഞാൻ പോകൂല എന്ന് പറഞ്ഞു. കാരണം അവൻ പറഞ്ഞ റീസൺ എന്താന്ന് വിചാരിച്ചാല് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സദസ്സിൽ ഞാനില്ല. അതിപ്പോ എന്റെ ഇത്താത്തയായാലും ശരി, എന്റെ ഉമ്മയായാലും ശരി, ഞാൻ അവിടെ നിൽക്കൂല. ജസ്റ്റ് 20 വയസ്സായി, ഇവിടെ നമ്മുടെ നാട്ടില് ഉള്ള ഒരാളാണ്. അവനാ പറഞ്ഞത് ഇല്ല ഞാൻ പോകൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടന്നത്. അപ്പൊ ഈ ഗാസയിലുള്ള ആൾക്കാരൊക്കെ ഡ്രസ്സ് ഇല്ലായിട്ടില്ല, അവർക്ക് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ അവിടുന്ന് എത്തിക്കാം. പക്ഷെ അവർ പറയുന്നത് നമ്മളിങ്ങനെ കവർ ആയിട്ടാണ് ഉള്ളത്. വേറെ ഒരാളെന്ന് വെച്ചാൽ ശരിക്കും നടന്ന സംഭവമാണ്. ആ ഒരാള് 20 വയസ്സുള്ള ഒരു ചെക്കനാണ്. അതായത് പണ്ട് ആ സലഫുകളുടെ ആ ഒരു സമയത്ത് നടന്നൊരു സംഭവമാണ്. ആ ഒരു വ്യക്തി ജീവിച്ചത്, ജനിച്ച് വളർന്നതൊക്കെയും ആ ഒരു 20 വയസ്സ് വരെ ജീവിച്ചത് ഫുൾ ലേഡീസിനെ, സ്ത്രീകളെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു 20 വയസ്സ് ആ ഒരു സമയത്ത് പഠിക്കാൻ എന്തെങ്കിലും കാര്യത്തില് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് പോയപ്പം എയർപോർട്ടിൽ ഇറങ്ങിയപ്പം പെണ്ണ്, നമ്മളിപ്പോ ഇവിടൊക്കെ കാണുന്നില്ലേ ആ ഒരു രീതിയിൽ ആ ഒരു സ്ത്രീ പ്രോപ്പർ ഹിജാബ് അല്ലാതെ മുടിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പം ഈ ഒരു വ്യക്തി ആ എയർപോർട്ടിന്റെ അവിടുന്ന് തലചുറ്റി വീണെന്നാ പറഞ്ഞത്. ആ തലചുറ്റി വീണത് ഈ മുടി കണ്ടിട്ട് ടെൻഷൻ ആയത് കൊണ്ടൊന്നല്ല. അവരോട് ചോദിച്ചപ്പം ആ ഒരു ആള് പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, എങ്ങനെയാ യാ അല്ലാഹ് നിന്നെ ധിക്കരിച്ചിട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെയാ ഇവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അതായത് അള്ളാന്റെ ഭൂമി, അള്ളാന്റെതാണ് എല്ലാം, പിന്നെ എങ്ങനെയാണ് നിന്നെ ധിക്കരിച്ചിട്ട് നിനക്ക് നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ഇത്രയും ധൈര്യത്തോടെ ഇങ്ങനെ നടക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ എത്ര സീരിയസ് ആയ കാര്യമാണ്, ജസ്റ്റ് നമ്മളൊന്ന് ആലോചിക്കണം. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകുന്നത് വരെ, എപ്പോഴാണ് എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നത് അതുവരെ ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ മ്യൂസിക്കിനെ പറ്റിയിട്ടായിക്കോട്ടെ, ഹിജാബിനെ പറ്റിയിട്ടായിക്കോട്ടെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഈ മിഷ്കാത്തിൽ വന്നിട്ട് ക്ലാസ് എടുക്കണോ ഇതാക്കണോ ഒന്നും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം. ഞാൻ എന്റെ ഒരു സോണിലാണ് ഉണ്ടായത്, എന്റെ അക്കാഡമി, ഞാൻ എന്റെ ഇത്, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വാട്സപ്പിലൂടെ പറയും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ് എന്നെ ഇവിടെ ഇരുത്തണം എന്നുള്ളത്. ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അതുകൊണ്ട് എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ഒരാളടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇതെന്താ നിങ്ങൾ അങ്ങനെ ആക്കുന്നത്. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇനിയും മാറാനായിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാ, ഇത് എവിടത്തേക്കാ നമ്മുടെ പോക്ക്? ഞാനിത് ഈ ഒരു ടോപ്പിക് എടുത്ത് പറയാൻ കാരണം ഇതിലധികം ലേഡീസ് ആയതാണ് കൊണ്ടാണ്. ഇവരുടെ മക്കളുണ്ട്, മക്കളുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചത് ശരിയായ സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ്. നിങ്ങളെ മക്കൾ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ, ഒരു കുത്തലും ഇല്ലെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ ഈമാൻ എവിടെയോ എത്തിയില്ല എന്നാണ്. അള്ളയായിട്ടുള്ള ഒരു കണക്ഷൻ എവിടെയോ ആയില്ല എന്നാണ്. മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കേസ്. പക്ഷെ നമ്മൾ പറഞ്ഞിനോ എന്താ ഇങ്ങനെ നടക്കുന്ന, ഇങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ എന്റെ മോൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ മരിക്കുമ്പം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പോണ്ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത്? നമുക്കതിനെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കല്യാണ വീട്ടിലായിക്കോട്ടെ, നമ്മൾ അവരുടെ കൂടെ ഫോട്ടോ എടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്, പക്ഷെ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും.
അല്ലെങ്കിൽ മാഷാ അല്ലാ ബാറക്കല്ലാ, എത്രയൊക്കെ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ എതിര് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ശരിക്കും ചിന്തിക്കുക നമ്മുടെ ഈമാൻ എവിടെയാണ്, ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് ഒരു ലേഡിയുടെ, ശരിക്ക് ഗാസയിൽ നടന്നൊരു സംഭവമാണ്. ഒരു ലേഡി ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആര് വരുന്നത്, ഈ ഇസ്രായേലിന്റെ പട്ടാളക്കാർ വരുന്നത്. ഈ ലേഡീനെ പിടിച്ചു ഉന്തുന്നാണ്, പിടിച്ച് നിലത്തിട്ട് ഇതാക്കുന്നതാണ്. എന്നിട്ട് ഈ ലേഡിയുടെ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുവന്നാണ്. ഈ ലേഡിയുടെ ഭർത്താവിനും ഒരു മോനെയും, കൂടെ ഉള്ളത് 2 പെൺകുട്ടികളും ഒരു 11 വയസ്സുള്ള ഒരു മോനും ഉള്ളത്. ഈ ലേഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഭർത്താവിനെ കൊണ്ടുപോയി. എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ പോയ ആൾക്കാർ ഇവരോട് ചോദിക്കുന്നു എങ്ങനെയാ നിങ്ങൾ ജീവിച്ചെന്ന് പറയുമ്പം പറയുന്നുണ്ട്, അതിന് നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ടല്ലല്ലോ ജീവിച്ചത്. ആ സമയത്ത് അവർ പറഞ്ഞൊരു ഖുറാനായത്ത് ഇന്നമാ തഖ്ദി ഹാദി ഹയാത്തു ദുനിയ, അവരുടെ വായിന്ന് ഇങ്ങനെ വീഴുന്നാണ് ആ ഖുറാന്റെ ആയത്ത്. എന്തായാലും ഇതൊരു ദിവസം തീരൂല, ഈ ദുനിയാവ് എന്തായാലും ഒരു ദിവസം തീരൂല, അതുകൊണ്ട് ഇതും ആലോചിച്ചിട്ടല്ല നമ്മൾ ഇരുന്നത്. അവർ പെട്ടെന്ന് ആ ഒരു മൊമെന്റ് പറഞ്ഞ കാര്യമല്ല, അവർ ഓൾറെഡി അങ്ങനെ ജീവിച്ചതാണ്. എന്നിട്ട് ഈ 11 വയസ്സുള്ള കുട്ടീനോട് ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാ ഇതൊക്കെ കണ്ടപ്പം എങ്ങനെയാ നീ സഹിച്ചത് എന്ന് പറഞ്ഞപ്പം ആ കുട്ടി പറയുന്നുണ്ട്, ടഫാണ്, പ്രശ്നമാണ്, പക്ഷെ തവക്കുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലേ. എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ 11 വയസ്സുള്ള കുട്ടി കണ്ടത് ഒരു വലിയ ഒരു ടാങ്കർ. അപ്പം അവിടെ എന്താ, അതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഈ 11 വയസ്സുള്ള കുട്ടി അതിന്റെ മേലെ കയറിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പം പെട്ടെന്ന് ഈ ഉള്ളില് 2 പട്ടാളക്കാരുണ്ടായിരുന്നു, ഇസ്രായേലിലെ ജനതയുടെ 2 പട്ടാളക്കാരുണ്ടായിരുന്നു. ഈ കുട്ടീനെ കണ്ടപ്പം ഇവർ പേടിച്ചിട്ട് ബാക്കോട്ടേക്ക് പോയി എന്നാ പറഞ്ഞത്. ഈ കുട്ടി ഇങ്ങനെ എത്തി നോക്കുന്ന കണ്ടപ്പം ഈ പട്ടാളക്കാർ എന്താക്കി പേടിച്ചിട്ട് ബാക്കോട്ടേക്ക് പോയി എന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ 11 വയസ്സുള്ള കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയായിട്ടില്ലേ? അപ്പൊ ആ സമയത്ത് ആ കുട്ടി പറയുന്നത്, ഞാൻ എന്തിനു പേടിക്കണം, അവരല്ലേ പേടിക്കേണ്ടത്, എന്റെ കൂടെ എന്റെ റബ്ബില്ലേ. 11 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പറയണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെയായിട്ടുണ്ടാവും മുമ്പ്, എങ്ങനെയായിരിക്കും ആ കുട്ടീന്റെ ഉമ്മ ആ കുട്ടീനെ വളർത്തിയിട്ടുണ്ടാകുക. നമ്മൾ ആലോചിക്കണേ, ഞാൻ ഈ പറയുന്നത് സഹാബാക്കളുടെ കഥയല്ല, ഇപ്പം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കഥയാണ്, കഥയുമല്ല, ശരിയായ ലൈഫാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നത്, അവർക്ക് എവിടെ താമസിക്കണ്ടേന്ന് അറിയില്ല. ഒരു ടെന്റിന്ന് അടുത്ത ടെന്റിലേക്ക്, അടുത്ത ടെന്റിന്ന് ഒരു ടെന്റിലേക്ക്, അങ്ങനെ 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 പോയി ലാസ്റ്റ് ഒരു ടെന്റിലെത്തി. ആ ടെന്റില് മാക്സിമം ഒരു 4 ആൾക്കാർക്കേ നിൽക്കാൻ പറ്റുള്ളൂ, പക്ഷെ 11 ആൾക്കാരായിരുന്നു ആ ടെന്റിൽ ഉണ്ടായത്. എന്നിട്ട് ലാസ്റ്റ് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ നെക്സ്റ്റ്, അടുത്ത പ്ലാൻ എന്താ? ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല, മോൻ എവിടെയാണെന്ന് അറിയില്ല, 2 പെൺകുട്ടികളുണ്ട്, ഒരു ചെറിയ മോനുണ്ട്, ഇനി അടുത്ത പ്ലാൻ എന്താ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞതാണ്, എന്താണോ അള്ളാഹ് വിധിക്കുന്നത് അത് നടക്കട്ടെ. പക്ഷെ നമുക്കിത് പറയാൻ എളുപ്പ, പക്ഷെ അവർ ജീവിക്കുന്നായിരുന്നു. അത്ര അത് പറയണമെങ്കിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടാവർ, അവരുടെ ഈമാൻ ഏത് ലെവലിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവരോട് ഈ 8 ആൾക്കാർ പോയ ആൾക്കാരോട്, ഈ ഗാസയിലുള്ള ആൾക്കാരോട് ചോദിച്ച് നമ്മൾ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണ്ടേന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടാലും മനസ്സിലാവും. അവർ പറയുന്നത് ഒറ്റൊരു കാര്യമാണ്, നമ്മളെ മറന്നു പോവരുത്, നമുക്ക് വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തോട് അറിയിക്കണം. ഇതൊരു അമാനത്താണ്, അവർ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഗാസയിലുള്ള ആൾക്കാർ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, നമ്മളെ മറന്നു പോവരുതേ. നമ്മൾ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ച് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുക? അത്രയും അവർ വേദന സഹിക്കുന്നുണ്ട്. അത്രയും ഓരോ കുട്ടികൾ ഭക്ഷണം ഇല്ലായിട്ട് ചപ്പാന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കുട്ടികൾ അറിയണം, നമ്മളെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം, ശരിക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഇവരുടെ ജീവിക്കുന്നതെന്നുള്ളത് അവരുടെ ശരിക്കും മൈൻഡിൽ കേറ്റുന്ന രീതിയിൽ അവർക്ക് ഇടക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മക്കളെ. വേറൊരാളോട്, ഒരു 20 വയസ്സുള്ള ഒരാളോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക്, അതായത് ആ ഒരു 20 വയസ്സുള്ള ആ ഒരു വ്യക്തിക്ക് ഫാമിലി ഒന്നുമില്ല, ഡോക്ടറിന് മെഡിക്കലിന് പഠിക്കുന്നതായിരുന്നു, കോളേജൊക്കെ പോയി. എന്നിട്ട് സങ്കടാവുന്നില്ലേന്ന് വെച്ചാൽ പറഞ്ഞ, സങ്കടപ്പെടാനൊന്നും ഇനിയിപ്പോ നേരെയില്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, എന്നെയും നോക്കണം, ഇനി സങ്കടപ്പെടാനുള്ള നേരെയില്ല, ഇനി അള്ളാഹ് വിളിക്കുമ്പോൾ പോവുക, അത്രമാത്രം. അള്ളാഹ് എപ്പോഴാണോ വിളിക്കുന്നത് അത് പോവാ. അതായത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അവർ മരണത്തിന് വേണ്ടി വെയിറ്റിംഗിലാണ്. അവർക്ക് ഒരു പ്രശ്നം, നമ്മളെ കംപ്ലൈന്റ് എന്താ, ഇനി അടുത്ത വെക്കേഷൻ എവിടെ പോകണം, 2 മാസത്തെ വെക്കേഷനിൽ അത് എവിടെ പോകണം, അല്ലെങ്കിൽ രാത്രിയത്തെ ഫുഡ് എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്കുള്ള ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ എന്നെ പറ്റിട്ട് അത് പറഞ്ഞു, ഇവർ എന്നെ പറ്റിട്ട് ഇത് പറഞ്ഞു.
പക്ഷെ വലിയൊരു ലൈഫ് അവർ അവിടെ ജീവിക്കുന്നത്. വേറെ ഗാസയിൽ ഒരു എക്സ്ട്രാ ടെന്റ് ഉണ്ടെന്നാ പറയുന്നത്. കുറെ ടെന്റ് ഉണ്ട്, പക്ഷെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ വേറെ തന്നെ ഒരു ടെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആ ടെന്റ് എന്താണെന്ന് ചോദിച്ചാല് അവർ പറയും എല്ലാം പോയി, ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു, നമ്മൾ ഇനി ഖുറാൻ പഠിക്കാൻ വേണ്ടി മാത്രമാക്കിയിട്ടുള്ള ടെന്റ് ആണെന്നാ പറയുന്നത്. ജസ്റ്റ് ഖുറാൻ പഠിക്കാൻ, ഖുറാൻ റിവൈസ് ചെയ്യാന്, പഠിക്കാന്, ഹിഫ്ലാക്കാന്, അതിന് മാത്രമുള്ള ടെന്റ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പരീക്ഷണം വന്നാല് നമ്മൾ പറയും എനിക്കിന്നിനി ഓതാൻ കഴിയില്ലേ, എനിക്ക് അവിടെ പോണേ, എനിക്ക് ഇവിടെ പോണേ. ആലോചിക്കണം, നമ്മള് ഖുറാൻ പഠിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ റിവിഷൻ ചെയ്യണം എന്ന് പറയും. റിവിഷൻ ചെയ്യുമ്പോ പൊതുവെ ഞാൻ കേൾക്കുന്ന റീസൺ ആണ് എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് ആകുന്നില്ല, എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് അതൊന്നും പറ്റുന്നില്ല. എത്രയോ വലിയ ബോംബിന് മരണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം അവർ അവിടുന്ന് ഖുറാൻ പഠിക്കുന്നതാണ്. അവർ സമാധാനം ശരിയായ രീതിയിൽ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം എവിടെയാണ് ശരിക്കും സമാധാനം ഉണ്ടാകുക എന്നുള്ളത്. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും എന്നല്ലാതെ അതിലേക്ക് സൊല്യൂഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. ശരിക്കും ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഹിഫ്ള് സെഷൻ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. പ്രത്യേക ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടെന്നാ. സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് 4 മണിക്കൂർ കൊണ്ട് അവർ ഖുറാന് മൊത്തമായിട്ട് ഓതിയിട്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് 4 മണിക്കൂർ കൊണ്ട് അവർ തീർക്കും. അവർ സ്പെഷ്യൽ ഹിഫ്ള് ചെയ്ത ആൾക്കാരുടെ ഗ്രൂപ്പിൽ പെടും എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? കാരണം അവർ റെഡിയായി. അതായത് ഞാൻ എന്റെ ലൈഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കണ്ടുമുട്ടാൻ റെഡി ആണെങ്കിൽ, ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള അതിലുള്ള പണിയിലാണെങ്കിൽ, പിന്നെ അള്ളാഹ് എനിക്ക് ഏത് ടെസ്റ്റും ഏത് സമയത്ത് തന്നാലും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞാൻ ഓൾറെഡി റെഡിയാണ്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പം, ഈ ഗാസയിലുള്ള ഒരുപാട് ഇത് കാണുമ്പം, ഇന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഈ പറയാൻ വേണ്ടി വരുന്നതിന്റെ തൊട്ട് മുമ്പ് സംഭവിച്ചത് എന്താ? ഇപ്പൊ ഗാസയില് നമ്മൾ അറിയണം, ശരിക്കും അറിയണം ഗാസയിൽ എന്താ സംഭവിച്ചത്. ഒരു 3 ദിവസമായിട്ടേ ഉള്ളൂ അയാളുടെ ഭാര്യ പ്രസവിച്ചിട്ട്, ട്വിൻസ് ആണ്. എന്നിട്ട് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയതാ. തിരിച്ചു വരുമ്പം കാണുന്നത് അവരുടെ ഫ്ലാറ്റില് ബോംബെറിഞ്ഞു. ഈ 3 ദിവസം പ്രായമുള്ള ട്വിൻസും പോയി, ഭാര്യയും പോയി. ഈ ഭാര്യ അരമണിക്കൂർ മുമ്പാണ് മെസ്സേജ് അയച്ചത്, അൽഹംദുലില്ലാ എല്ലാം ഓക്കെയാണ്, ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തീർന്നു. ഈ 3 ദിവസം പ്രായമുള്ള ഈ ട്വിൻസും പോയി, ഈ ഭാര്യയും പോയി. ഇപ്പൊ ഈ നിമിഷം സംഭവിച്ച സംഭവമാണ് ഗാസയിലുള്ളത്. എത്രത്തോളായിരിക്കും അവർ ഇതാക്കുന്നുണ്ടാവുക. പക്ഷെ അവർക്കൊരു ഈമാൻ ഉണ്ടായിരുന്നു, അവർക്കൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട്. അപ്പൊ നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്യുന്നതിന്റെ പകരം, നമുക്ക് ഒരുപാട് ഈ കംപ്ലൈന്റ് ചെയ്യുന്ന പകരം 2 ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്ന്, ഇതെന്തിനായിരിക്കും നടക്കുന്നുണ്ടാവുക? കാരണം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയതാണ് ടീനേജ് കുട്ടികളുടെ അടുത്തുനിന്നും. ഒരുപാട് അള്ളാഹ് അത്രയും സ്നേഹമാണ്, അള്ളാഹ് അത്രയും റഹ്മാൻ ആണെങ്കിൽ എന്തിനായിരിക്കും അള്ളാഹ് അത് ചെയ്യുന്നുണ്ടാവുക? അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്യുന്നുണ്ടാവുക? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇതിനിപ്പോ നമ്മൾ ഓൾറെഡി കണ്ടു, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് കാണിച്ചു തരുന്നത്? നമുക്ക് കണ്ണുപൂട്ടി നടക്കാനൊന്നും പറ്റൂലോ, ഫോണിൽ എന്തായാലും ഇത് വരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് കാണിച്ച്, ഇപ്പം ഈ നിമിഷം തുടർന്നുകൊണ്ടിരിക്കുന്നല്ലേ ഗാസയിലുള്ള യുദ്ധം? എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ റബ്ബുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ഇനി മാറിയിട്ടുണ്ടോ? ഇനിയിപ്പൊ ഇത് കണ്ടപ്പം, ഈ ഇത്രയും യുദ്ധങ്ങളും ഇത്രയും ഓരോ കുട്ടികൾ ഇങ്ങനെ മരിക്കുന്നത് കാണുമ്പോൾ അൽഹംദുലില്ലാ മനസ്സ് തട്ടി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് യാ റബ്ബേ നീ എന്നെ ആക്കിയില്ല? അൽഹംദുലില്ലാ. എന്തുകൊണ്ട് എന്റെ മക്കളില്ല? എന്തുകൊണ്ട് എന്റെ കുടുംബക്കാരില്ല? എന്റെ ഫ്രണ്ട്സ് ഇല്ല? ഇവർ ആരും ഇതിൽ പെട്ടിട്ടില്ലല്ലോ, ഇവർക്കും പെടാലോ. ഈ നിമിഷം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന വീട് പൊട്ടിത്തെറിക്കൂലെന്നുണ്ടോ, താഴേക്ക് വീഴില്ലാന്നുണ്ടോ, എന്തോ സംഭവിക്കാലോ. പക്ഷെ അൽഹംദുലില്ലാ, അള്ളാഹ് എന്താ പറഞ്ഞത്? നിന്റെ സമയം ആയില്ല എന്നുള്ളതല്ലേ. എന്റെ സമയം ആയിട്ടില്ല, അവർക്കുള്ള സമയമായി. ടെസ്റ്റ് ചെയ്യും, വല നബലു വന്നക്കും, ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യും, ഉറപ്പാണ്. പക്ഷെ എന്റെ സമയം ഇപ്പൊ എത്തിയിട്ടില്ല. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക, അള്ളാന്റെ കഠിനമായ ആ പരീക്ഷണത്തിൽ നമ്മൾ എല്ലാവരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ദുആ ചെയ്യുക, ഇത് മാത്രം മതിയോ? ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതിയോ? എന്താ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല? ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ആ ഒരു ഭൂമി ശരിക്കിങ്ങനെ വിറകൊള്ളുമ്പം, ആ ഭൂമി ഉള്ളിലുള്ളത് മൊത്തം പുറന്തള്ളുമ്പോ മനുഷ്യന്മാർ ചോദിക്കൂലേ, ഭൂമി എനിക്ക് ഇതെന്താ പറ്റിയെന്നുള്ളത്? ഇതന്നെയല്ലേ ശരിക്കും സംഭവിക്കുന്നത്?
ഇതിങ്ങനെ ഗാസയിലുള്ള ഓരോന്നോരോന്നും കാണുമ്പോൾ ശരിക്കും മനസ്സ് തട്ടിട്ട് പറയുന്നുള്ളൂ, യാ റബ്ബ് ഇങ്ങനെ തന്നെയല്ലേ ലോകം അവസാനിക്കുക, ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തേക്ക് വരൂലേ, ഓരോന്നും പൊട്ടിത്തെറിക്കൂലേ, ഇതന്നെയല്ലേ ലോകം അവസാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാണോ, നിങ്ങൾ റെഡിയാണോ? നമ്മൾ ഇപ്പം അതൊന്നും ആയിട്ടില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉപഭോഗ മനസ്സിൽ ഇപ്പം ആയിട്ടില്ല എന്ന് തന്നെയാണുള്ളത്. ശരിക്ക് ചോദിക്കാൻ ഞാൻ റെഡിയാണോ എന്നുള്ളത്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കണ്ടുമുട്ടാൻ റെഡിയാണോ? ഞാൻ മാറിയോ? എന്റെ നമസ്കാരം മാറിയോ? ഞാൻ ഇപ്പം പഴയ പോലെ തന്നെയാണോ നിസ്കരിക്കുന്നത്? ഞാൻ ഇപ്പം എന്റെ മക്കളെ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പ്രായമായി കഴിഞ്ഞാൽ എന്റെ മക്കൾ നോക്കണം, ആ ഒരു രീതിയിൽ തന്നെയാണോ ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്? ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കിട്ടണം എന്നുള്ള രീതിയിലാണോ എന്റെ മക്കളെ ഞാൻ വളർത്തുന്നത്? ഞാൻ ഇപ്പം ദുനിയാവിൽ തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ദീനില് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയോ? ഇനി മതി. ഇനി ഇത്രയും കാലം നമ്മൾ കുറെ ചെയ്തില്ലേ, ഇനഫ് ഇസ് ഇനഫ്, ഇനി മതി. ഇനി അള്ളാനെ ഫോക്കസ് ചെയ്യും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറയുന്നുണ്ട്, ഇനി വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്, എന്നോ സമയമായിട്ടില്ലേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഡെഡ് ലൈൻ തന്നിട്ടുണ്ടോ, ഇന്ന സമയത്ത് തിരിച്ചു വരണേ എന്നുള്ളത്? ഇല്ല. ഈ മൊമെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് അള്ളാന്റെ തീരുമാനമാണ് നിങ്ങളിലേക്ക് ഇത് എത്തണം എന്നുള്ളത്. അള്ളാന്റെ തീരുമാനം മാത്രം. അള്ളയാണ് നിങ്ങളോട് പറയുന്നുണ്ട്, എന്നോടും കൂടി പറയുന്നത്, ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ തിരിച്ച് അള്ളാന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. കാരണം പണ്ടത്തെ ആൾക്കാർക്കും വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അവർ എന്താ പറഞ്ഞത്? സമയമായിട്ടില്ല, കുറച്ച് ചെയ്യട്ടെ, ഇനിയിപ്പോ കുറച്ചും കൂടി സൈന്യം നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 60 വയസ്സാവട്ടെ. എന്നിട്ട് എന്താ ലാസ്റ്റ് പറഞ്ഞ? അവർ ഫാസിഖൂനാണ്, അവർ പബ്ലിക്കായിട്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് അവരെ പോലെ ആവല്ല എന്ന് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഖുർആനെ നിങ്ങൾ എന്താക്കരുത്, പാല് കുടിക്കുന്ന പോലെ കുടിക്കരുത്. കാരണം എന്റെ ഉമ്മത്തിൽ ഇനിയൊരു ജനത വരും, അവരെ ഖുർആൻ എന്താ ചെയ്യാ? പാല് കുടിക്കുന്ന പോലെ കുടിക്കും. അതായത് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഹിഫ്ളാക്കുന്നുണ്ടാവും, എന്നിട്ട് ഞാൻ ഹാഫിളാണെന്നൊക്കെ പറയും. എന്താണ് അതിൽ പറയുന്നതെന്നുള്ള ഒരു ബോധം. ഇനിയിപ്പോ എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ അത് ലൈഫിൽ കൊണ്ടുവരൂല. എല്ലാം ചെയ്യും, പക്ഷെ അത് ലൈഫിൽ കൊണ്ടുവരൂല. അതിൽ നമ്മൾ പെടാതിരിക്കട്ടെ. ജസ്റ്റ് ആലോചിച്ചോക്ക്, 4:16 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തിട്ടില്ല. 4:17 ആകുമ്പോഴത്തേക്കും ഗാസയുടെ ലൈഫ് മാറുന്നതാണ്. എന്ത് സംഭവിക്കാം അല്ലെ? ഇപ്പൊ 3:05 3:10 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുള്ളൂ നമുക്ക് എന്താ ഉറപ്പുള്ളേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന, ഇനിയും സമയമായില്ലേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ആ യൂട്യൂബിൽ നമുക്ക് നോക്കിയ വീഡിയോ കിട്ടും, ആ അത്രയും വലിയ ബിൽഡിങ് താഴേക്ക് വീണപ്പം ആ ഒരു സ്ത്രീ എന്താ പറഞ്ഞത്? എനിക്ക് ഹിജാബ് തന്നാലും മാത്രമേ ഞാൻ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ളത്. അതിന്റെ ഉള്ളിൽ എന്നിട്ട് ഞാൻ പുറത്തേക്ക് വരൂല, എനിക്ക് ഹിജാബ് താ, അല്ലാതെ ഞാൻ പുറത്തേക്ക് വരൂല എന്ന് പറയണമെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഈമാൻ എത്രത്തോളായിരിക്കും? ഞാനും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അവർ പോയിട്ട് ഞാൻ എവിടെയാണ്, അവർ എവിടെയാണെന്നുള്ളത്. അവർക്ക് ഇത്രയും ടെസ്റ്റിൽ അൽഹംദുലില്ലാ പറയണമെങ്കിൽ അവർക്ക് ഒറ്റടിക്ക് തരുന്നതല്ല സംഭവം. അവർ അങ്ങനെയാണ് ജീവിച്ചത്. ഒരിക്കലും ചോദിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നെന്നുള്ളത്. പക്ഷെ എന്ത് ചോദിക്കുക? യാ റബ്ബ്, എന്തിനാ നീ എനിക്കിത് കാണിച്ചു തരുന്നത്? ഞാൻ ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? ഇനിയും ഞാൻ എവിടത്തേക്കാ മാറേണ്ടത്? ശരിക്കും ചോദിച്ചു നോക്കും. കാരണം ചേഞ്ച് എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത് നമ്മളിൽ ഫസ്റ്റ് തുടങ്ങണം. ഫസ്റ്റ് നമ്മളായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളിൽ നിന്ന് ആദ്യം തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലൈഫിൽ നമ്പർ 1 ആയിരിക്കണം. എന്തായിക്കോട്ടെ, അള്ളാഹ് ആയിരിക്കണം നമ്പർ 1 നമ്മുടെ ലൈഫിൽ. എന്തായിക്കോട്ടെ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അള്ളയാണ് എല്ലാത്തിന്റെയും മുന്നിലെങ്കിൽ വിജയം ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. ഗാസയിലുള്ള ആൾക്കാർ, പുറമേയുള്ള ആൾക്കാർ കാണുമ്പോ എന്താ, ഗാസയിലുള്ള ആൾക്കാർക്ക് അയ്യോ ഇവർക്ക് എന്താ ഇങ്ങനെ അങ്ങനെ. പക്ഷെ ശരിക്ക് അള്ളാനെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല അവർ വിജയിച്ചു എന്നുള്ളത്, അവർ ആഖിറത്തിലേക്ക് വിജയിച്ചു എന്നുള്ളത്. അത് നമ്മളിലും കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് ആദ്യം നമ്മളിൽ എന്താക്കുക, തുടങ്ങുക. നമ്മളെ വീട് ഒരു ഇസ്ലാമിക് വീടാക്കിയിട്ട് മാറ്റുക. ഇപ്പം നമ്മളെ വീട്, കാരണം നമ്മൾ ഇനി കുട്ടികളോട് നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ പകരം എന്ത് ചോദിക്കാനുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കണം? എനിക്ക് നിസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു, അള്ളയായിട്ടുള്ള ആ ഒരു കണക്ഷൻ കിട്ടിയിരുന്നു എന്ന് നമ്മളോട് കുട്ടികളോട് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം. അല്ലാതെ നിസ്കരിക്കുന്ന പറയുന്നതിൽ നിന്നും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം കുട്ടികളെ. ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു ഇസ്ലാമിക് വീടാണെന്ന് പറയാനുള്ള ആ ഒരു ഇത് കിട്ടണം.
എന്റെ വീട് ഇങ്ങനെയാണ്, വേണ്ടാത്ത ഒരു കാര്യങ്ങളില്ല, ഒരു ഹറാമായ കാര്യങ്ങൾ എന്റെ വീട്ടിലില്ല എന്ന് പറയാനുള്ള ആ ഒരു ഇത് നമ്മളിൽ കൊണ്ടുവരണം. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കുട്ടികൾ മാറുള്ളൂ, ഉറപ്പാണ്. നമ്മളെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാറുന്നില്ല എന്നാണെങ്കിൽ എങ്ങനെയാ നമ്മുടെ കുട്ടികൾ മാറുക? ഇപ്പൊ ഞാനൊരു ടീനേജ് ക്ലാസ് നടത്താൻ പോകുന്നുണ്ട്. അതിൽ ഞാൻ പകുതിയും കോളേജ് പിള്ളേരെ ഒരു ഗ്രൂപ്പ് ആക്കിയപ്പം എല്ലാരും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്, ആദ്യം പാരന്റ്സിനെയാണ് മാറ്റേണ്ടത്. കാരണം പാരന്റ്സ് മാറാതെ കുട്ടികൾ മാറൂല, ഉറപ്പാണ്. കാരണം അവർ മദ്രസയിൽ പോകുന്നുണ്ട്, പക്ഷെ പാരന്റ് വേറെ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെ ഈ കുട്ടിക്ക് കൺഫ്യൂഷൻ വരൂലേ? മദ്രസയിൽ ഒരു കാര്യം പറയുന്നു, ഉമ്മയപ്പയും വേറെ കാര്യം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഒന്നിച്ചിരുന്നിട്ട് സിനിമ കാണും, ഒന്നിച്ചിരുന്നിട്ട് കാറ് പോകുമ്പോ പാട്ട് കേൾക്കും. എവിടെയാ നമുക്ക് നമ്മുടെ മക്കള് മാറാതിരിക്കുക? മാറൂലേ മക്കള്? ഹറാമായ കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് മാറൂലേ? എന്തായാലും മാറും. പറയാ നല്ലോണം. നമുക്ക് കയ്യിലുള്ളിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുട്ടികളെ കൺട്രോൾ നമ്മളെ കയ്യിൽ തന്നിടത്തോളം കാലം നമുക്കൊരു ചാൻസ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുട്ടി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇതാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇതൊക്കെ പരീക്ഷിക്കും, പക്ഷെ ക്ഷമയുള്ള ആൾക്കാർക്ക് എന്താണ്? സന്തോഷ വാർത്ത ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാസയിലുള്ള ആൾക്കാർക്ക് ക്ഷമ ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി. അപ്പൊ ഈ ക്ഷമ, നമ്മൾ പറയും ക്ഷമിക്ക് സോബർ എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് ഈ സോബർ എന്ന് പറഞ്ഞാല്? നമ്മളെ കുട്ടിക്ക് ഇപ്പൊ തീരില്ലാത്ത കാര്യമാണല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണം എല്ലാം പെട്ടെന്ന് നമ്മളെ കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ട് അവർക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടൂല. അപ്പൊ എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ? സോബർ എന്ന് പറഞ്ഞാല് ഈ കാറ്റസ് ചെടിയില്ലേ, ഈ മുള്ളു ചെടി, ആ കാറ്റസ്, അതിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. സുബൈർ എന്ന ആ ഒരു അറബി വേർഡ് നിന്നാണ് സൊബർ എന്ന് വരുന്നത്. അതായത് കാറ്റസ് ചെടിനെ നമുക്ക് ഇങ്ങനെ കയ്യിലതിനെ പിടിക്കാൻ പറ്റും, ഫുള്ള് മുള്ളല്ലേ, പിടിച്ചാൽ നമുക്ക് വേദനിക്കും. സെയിം ആണ്, നമുക്ക് ക്ഷമിക്കാന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ എന്താണ്, നമുക്ക് ഭയങ്കര വേദനയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാറ്റസ് ചെടീനെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആദ്യം ഭയങ്കര കയ്പായിരിക്കും, ഭയങ്കര കയ്പാണ്. പക്ഷെ പിന്നെ അത് ഇറക്കി കഴിഞ്ഞാല് അത് ഭയങ്കര മധുരാവും എന്നാ പറയുന്നത്. അപ്പം ആദ്യം ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുമായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര കൈപ്പേറിയതായിരിക്കും. പക്ഷെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ക്ഷമിക്കണ്ടേന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റൂന്നാ പറയുന്നത്. ഞാനിനി ഒരുപാടൊന്നും പറയുന്നില്ല. ഇപ്പൊ ഓൾറെഡി ഞാൻ ഗാസയിലുള്ള ആൾക്കാരുടെ ക്ഷമയുടെ പറ്റിയിട്ടും ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സഹാബാക്കളുടെ ഇതിലേക്കും കൂടി ഒന്ന് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു സഹാബി വനിതയാണ് അല്ലെ. അവർക്കൊരു മോനുണ്ടായിരുന്നു ഉമൈർ എന്ന് പറഞ്ഞിട്ട്. ഉമൈറിന് ഒരു പക്ഷി ഉണ്ടായിരുന്നു നുഗൈർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ചോദിക്കും, യാ ഉമൈർ, നുഗൈറിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ്, പനി വന്നു. അപ്പം ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ ഭർത്താവ് ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പക്ഷെ ആ പനി വന്നപ്പം അന്ന് മരിക്കുന്നതാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണേ, നിങ്ങളെ ചെവി കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങളെ ഹൃദയം ഒന്ന് തുറന്നിട്ട് ഇത് ശരിക്കും മനസ്സിലാക്കുക, ഫീൽ ചെയ്യണം. ആ ഒരു വീട്ടിലേക്ക് നമ്മളൊന്ന് കേറി ചെല്ല്. ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ മകന് മരിക്കുന്നതാണ്, പനി ബാധിച്ചിട്ട് മരിക്കുന്നതാണ്. മരിച്ചിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു ഒറ്റക്കാണ് കുളിപ്പിക്കുന്നത്, കഫൻ ചെയ്യുന്നത്, എന്നിട്ട് റൂമിൽ അവിടെ കടത്തുന്നതാണ്. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ ഭർത്താവ് വരുന്നതാണ്. ഭർത്താവ് വന്നിട്ട് ചോദിക്കുന്നതാണ്, മോൻക്ക് എങ്ങനെയുണ്ട്, നുഗൈർ എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിച്ചു റൂമിൽ കിടക്കുന്നുണ്ട്. കളവ് പറഞ്ഞിട്ടില്ല, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അവിടെ കിടക്കുന്നുണ്ട്, മരിച്ചെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ഭർത്താവിന് ഭക്ഷണവും കൊടുത്ത്, ഭർത്താവിന് ഒരു ഭാര്യ കൊടുക്കേണ്ട എല്ലാ റൈറ്റും കൊടുത്ത്, അന്ന് രാത്രി ബന്ധപ്പെടുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാള് നമുക്ക് ഒരു അമാനത്ത് ഏൽപ്പിച്ച് തന്നാല് നമ്മള് തിരിച്ചു കൊടുക്കണ്ടേ? പിടിച്ചു വെക്കാൻ പറ്റുമോ? തരൂല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭർത്താവ് പറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ സമയത്താണ് പറയുന്നത്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ അമാനത്ത് കൊണ്ടുപോയി എന്നുള്ളത്. അത് കേട്ടതും, കാരണം ഇത്രയും നേരം അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിൽ വരുന്നേ ഇല്ല. അത് കേട്ടതും ഈ സഹാബി എന്താക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അന്ന് രാത്രി നമുക്കറിയാം, ബന്ധപ്പെടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ദുആ ചെയ്യുന്നുള്ളത്. ആ ഒരു ദുആയോട് കൂടിയാണ് അവർ ബന്ധപ്പെട്ടത്. എന്നിട്ട് പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ആ ഒരു രാത്രിയിൽ ആ ഒരു സഹാബി വനിത പ്രഗ്നന്റ് ആയി എന്നുള്ളത്. അതിനുശേഷം അവർക്ക് 9 മക്കളുണ്ടായി, 9 മക്കളും ഹാഫിളായിരുന്നു എന്നുള്ളത്.
അപ്പൊ ഇതാണ് ആ ക്ഷമയുടെ ആ മാധുര്യം എന്ന് പറയുന്നത്. നമുക്ക് എനിക്കിപ്പോ പറയാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് അനുഭവിക്കല് കുറച്ചാൽ അത് ഭയങ്കര ടഫാണ്. പക്ഷെ നമ്മൾ പഠിക്കുക, അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്തത് എന്ന് പറയുന്നത്, ഞാൻ എന്റെ റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഒരു സഹാബി വനിതയാണ് നുസൈബ ഉമ്മു അമാറ എന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ കിഡ്സിനും എന്റെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഈ സഹാബി വനിതയുടെ, ഞാൻ ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല കാരണം നമുക്ക് അത്ര ടൈമുള്ളൂ. ഈ സഹാബി വനിത എന്ന് പറയുന്നത് ലാസ്റ്റ് അതായത് യുദ്ധം ചെയ്താണ്, ഉഹുദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ വേണ്ടിട്ട് മുമ്പിൽ നിന്നിട്ട് തലങ്ങും വലങ്ങും വാളെടുത്ത് കളിച്ച ഒരു സഹാബി വനിതയാണ് നുസൈബ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാല്. എന്നിട്ട് ലാസ്റ്റ് പ്രായമായപ്പം ഒരു ദിവസം ഈ നുസൈബ റളിയല്ലാഹു ഒരു മോനുണ്ടായിരുന്നു, യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് ഈ നുസൈബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിനൊക്കെ ശേഷമാണ്, പിന്നീട് കുറെ കാലത്തിന് ശേഷം ഈ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നുസൈബ റളിയല്ലാഹു അൻഹയോട്, നിങ്ങളെ മോന് മരിച്ചു എന്നുള്ളത്. ആ സമയത്ത് നുസൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു ദിവസത്തിന് വേണ്ടി ആയിരുന്നു ഞാൻ എന്റെ മകനെ വളർത്തിയത് എന്നുള്ളത്. നമുക്ക് എത്രയൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ. നമുക്ക് കേൾക്കാനൊക്കെ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മളെ വായിന്ന് വരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഒരു ദിവസത്തിനായിരുന്നു ഞാൻ കാത്തിരുന്നത്, എന്റെ മോന് ഷഹീദായിട്ട് മരിക്കുക എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ടെസ്റ്റ് വരുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുക എന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മോശമായിട്ടില്ലല്ലോ, ഇതിനേക്കാളും കൂടുതലൊന്നും ആയിട്ടില്ലല്ലോ. 2 എന്ന് പറയുന്നത്, ഈ ഒരു ടെസ്റ്റിന് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൂലി തരും, ഉറപ്പായിട്ടും തരും. ഉമർ റളിയല്ലാഹു എന്ത് പറഞ്ഞില്ല, എന്തിനാ എനിക്ക് ഇങ്ങനെ തന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തന്നത്, അങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ ഒരു ടെസ്റ്റ് അല്ലാഹു തന്നിട്ടുണ്ടാ, ഓക്കെ, അല്ലാഹു ഇതിനുള്ള റിവാർഡ് തരും. ഇനി എന്റെ ദീനെ വന്നിട്ട് എനിക്ക് പരീക്ഷണം തന്നു, എന്റെ ദീനെ പോയിട്ടില്ലല്ലോ, എന്റെ ദീൻ അവിടെ തന്നെ ഉണ്ടല്ലോ, ഈ ദുനിയാവിന്റെ കാര്യത്തിലല്ലേ എനിക്ക് പരീക്ഷണം വന്നിട്ടുള്ളൂ, പ്രശ്നമില്ല എന്നുള്ളത്. അടുത്ത അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ, അവസാന ടൈം 100 വയസ്സിനേക്കാളും മേലെ ഉള്ള ആ ഒരു ടൈം അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒറ്റൊരു മകനാണ്. ആ ഒരു മകന് 2 നാട് തമ്മിലുള്ള യുദ്ധമാണ്. ആ മകന്റെ സപ്പോർട്ടിന് ആൾക്കാരൊക്കെ പോയി, ആ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയി. എന്നിട്ട് ഈ മകനെ വന്നിട്ട് അസ്മാ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി തിരിച്ച് അവരോട് ഫൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഫൈറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും അധിക വശം ഞാൻ മരിക്കും, ഉറപ്പാണ്. 100 വയസ്സിന്റെ മേലെ ആയിട്ടുണ്ട് അസ്മാ റളിയല്ലാഹു അൻഹക്ക്. എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്, നീ യുദ്ധം ചെയ്യുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണോ തെറ്റിന് വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ മകൻ പറഞ്ഞു, ആ സത്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാ നീ പോയിട്ട് യുദ്ധം ചെയ്യുക. 100 വയസ്സുള്ള ഒരു വനിത, നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കാം, നമുക്ക് ഇത്രയും വലിയ പ്രായമായി, വേറെ ആരുമില്ല, ഒരു മോനേ ഉള്ളൂ, ഞാൻ മോനും കൂടി പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? അസ്മാ റളിയല്ലാഹു അതല്ല പറഞ്ഞു. അസ്മാ റളിയല്ലാഹുവിന്റെ ഫോക്കസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്, അല്ലാഹയായിരുന്നു നമ്പർ 1. എന്നിട്ട് ആ യുദ്ധത്തിലേക്ക് മോന് പോകുന്നതാണ്, മോന് മരിക്കുന്നതാണ്. എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹുവിനോട് ഈ യുദ്ധത്തിന്റെ എതിരെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞത്, നിങ്ങളെ മോന്റെ ബോഡി വന്നിട്ട് എടുത്തോന്ന് പറഞ്ഞപ്പം അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ആ ബോഡി വേണ്ട, കാരണം നിങ്ങൾ എന്റെ മോന്റെ ദുനിയാവ് മാത്രം എടുത്തത്, എന്റെ മോനെ നിങ്ങളുടെ ആഖിറം എടുത്തു കൊണ്ടുപോയി എന്നുള്ളത്. അപ്പൊ അത്രയും ക്ഷമയായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മളെ ഓരോ മക്കള് പോകുമ്പോ അയ്യോ എന്റെ മക്കള്, പക്ഷെ അതിനേക്കാൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടില്ലേ ഓരോ കാര്യങ്ങളും. സെയിം ഇപ്പൊ അടുത്ത് നടന്നതാണ് ഗാസയിലുള്ളത്. ഇപ്പൊ ഇതൊക്കെ സഹാബാക്കളുടെ സ്റ്റോറിയാണെന്ന് പറയാം. ഗാസയില് ഒരാള് വേറൊരു സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് അവരുടെ വീട് അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. അവർക്കൊരു ഭാര്യയും 5 മക്കളാണുള്ളത്. എന്നിട്ട് ഇയാള് ദുആ ചെയ്യുന്നുണ്ട്, യാ അല്ലാഹ് എനിക്ക് 2 മക്കളെങ്കിലും നീ എന്റെ കുടുംബത്തിലെ 2 ആളെങ്കിലും നീ എനിക്ക് തരണേ, ഒരാളെങ്കിലും എനിക്ക് തരണേ എന്നുള്ളത്, ഒറ്റൊരാളെങ്കിലും നീ എനിക്ക് ബാക്കി വെക്കണേ എന്നുള്ളത്. എന്നിട്ട് തിരിച്ചു വീട്ടില് അവിടെ സ്ഥലത്ത് എത്തിയപ്പം കാണുന്നത് 2 ആൾക്കാരാ, 2 മക്കള് ബാക്കിയായി. ഭാര്യ പോയി, ബാക്കി 3 ആള് പോയി. ആ സമയത്ത് ഈ ഒരു വ്യക്തി പറഞ്ഞത്, ഇപ്പൊ ഗാസയിൽ നടന്ന കാര്യമാണ്. ആ ഒരു വ്യക്തി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അൽഹംദുലില്ലാ ഞാൻ 1 ചോദിച്ചപ്പോ അല്ലാഹ് എനിക്ക് 2 തന്നല്ലോ എന്നുള്ളത്. നമ്മളാണെങ്കിൽ പറയും, എല്ലാം പോയില്ലേ, എന്റെ മക്കള് പോയി, എന്റെ ഭാര്യ പോയി, എല്ലാരും പോയി എന്നല്ലേ പറയാ. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ എവിടെ എത്തി എന്ന് ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് നിന്ന് എന്താ വേണ്ടത് എന്നുള്ളത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾ എന്താക്ക, ഉറച്ചു നിൽക്കുക, നിങ്ങൾ ദീനിൽ അടി ഉറച്ചു നിൽക്ക്, ശരിക്ക് പവറായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ഒന്നിനും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല, ഒന്നും വിടരുത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ഉറച്ചു നിൽക്ക്.
എന്നിട്ട് അള്ളാനെ ധാരാളമായിട്ട് ഓർമ്മിക്കുക. ഫുൾ ടൈം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് ടൈം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റസൂൽ, നിങ്ങൾ എന്തൊക്കെ എന്നെയും റസൂലിനെയും അനുസരിക്കുന്നാണ് പറഞ്ഞത്. ജസ്റ്റ് എന്നെ മാത്രം അനുസരിക്കുന്നല്ല പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നു പറയുന്നത്. ഉള്ളിലായിക്കോട്ടെ പുറമെ ആയിക്കോട്ടെ. അതായത് നമ്മൾ നോക്കുക, നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എത്ര ആൾക്കാർ പിൻപറ്റുന്നുണ്ട് എന്നുള്ളത്. എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്, എനിക്കത് ചെയ്യണമായിരുന്നു, എനിക്ക് ഇത് ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മള് എന്തെങ്കിലും കണ്ടാലും അതിലും കുറ്റമല്ലേ നമ്മളെ പറഞ്ഞ ഒരു ആൺകുട്ടി ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് താടി വെച്ച് ഒരു നെര്യാണിന്റെ മേലെ തന്നെ ഓൻ തീവ്രവാദി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരാൾ കവർ ചെയ്ത് നടന്നാലോ ഓളെന്തിനും ഇങ്ങനെ നടക്കേണ്ട ആവശ്യം. നമ്മള് പറയുന്നില്ലല്ലോ, അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ എനിക്കും അതൊന്ന് തരണേ, അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തൗഫീക്ക് എനിക്കും കൂടി തരണേ എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണ്ടെന്ന് പറഞ്ഞത്, അള്ളാഹ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്, അതൊക്കെ നമ്മൾ ചെയ്യാൻ റെഡിയാണ്. നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. നമ്മളിങ്ങനെ കൊതിക്കുന്ന പോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കല്യാണത്തിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഇനി ടൂർ പോകുമ്പോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മനസ്സിലാക്ക നമ്മൾ എവിടെ പോയാലും അള്ളാനെ വിട്ട് കളിക്കരുത്. അള്ളാനെ വിട്ട് കളിച്ചോ നമ്മൾ വിജയിക്കൂല, ഉറപ്പാണ്. എന്നിട്ട് ലാസ്റ്റ് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവാൻ പാടില്ല, ഭിന്നിക്കരുത്. പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ കാലത്ത് കാണുന്ന ഒരു കാര്യമാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഭയങ്കര എന്താ പറയാ, ഒരു മത്സരം. അല്ലെങ്കിൽ ഓളെക്കാളും ആ അക്കാഡമിനെക്കാളും എനിക്ക് ഭയങ്കര ആവണം, അല്ലെങ്കിൽ അവിടെ ആ ടീച്ചറിനെക്കാളും എനിക്ക് ഭയങ്കര ആവണം. ഇസ്ലാമില് തന്നെ ഇങ്ങനെ ഡിഫർ ചെയ്താൽ പിന്നെ നമ്മൾ ഈ ഉമ്മത്ത് എവിടെ എത്തും? നമ്മളെല്ലാരും ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്താണ്. നമ്മൾ ആരും വേറെയല്ല. നമ്മളെല്ലാരും പോട്ടത് ഒരു സ്ഥലത്തേക്കാണ്. നമ്മളെല്ലാരും കണ്ടുമുട്ടുന്ന ഒരാളെയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്ന സമയത്ത് ഇല്ല എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എതിരാ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്ക് നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. ഞാൻ പിന്നെയും ഇത് പറയാൻ കാര്യം എനിക്കുള്ളൊരു റിമൈൻഡറും കൂടിയാണ്. ഇനി എപ്പോഴാണ് മാറുക എന്നുള്ളത്. ഇനിയും ഇത് എവിടത്തേക്കാ ഇത് എവിടത്തേക്കാ നമ്മൾ പോന്നേന്നുള്ളത്. നമ്മള് ജസ്റ്റ് ആലോചിച്ച് നോക്കാം, നമ്മള് മാറിയില്ലെങ്കിൽ നമ്മളെ മക്കള് മാറൂല. നമ്മളെ മക്കള് മാറിയില്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ മാറൂല. പിന്നെയും നെക്സ്റ്റ് ജനറേഷൻ മാറാൻ പോകുന്നില്ല. ആലോചിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ ഉമ്മത്ത് കുറെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഉമ്മത്തിന് നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരണ്ടേ, അതിന് നമ്മൾ ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ. ഗാസയിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പം മിന്നാന്ന് കണ്ടത് എന്താ, ഒരു കുട്ടി, ഒരു ചെറിയ 6 മാസമുള്ള കുട്ടിയാണ്. ആ കുട്ടീന്റെ വീട്ടില് മൊത്തം ആൾക്കാരും പോയി, ആ കുട്ടി മാത്രം ബാക്കി. 6 മാസമുള്ള കുട്ടിയാണ്, ആ കുട്ടി മൊത്തം പോയി. വേറൊരു സ്ത്രീയാണ് ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ലേഡി പറയുന്നത് എന്താന്ന് വിചാരിച്ചാല്, ഹസ്ബുനല്ലാഹ്, ഇത് അള്ളാന്റെ തീരുമാനം. ഇനി ആ കുട്ടി വലുതായാലേ ആ കുട്ടിക്ക് ആരുണ്ടാവാന്നല്ലേ നമ്മൾ ചോദിക്കുക. പക്ഷെ അവർ പറയുന്നത് എന്താ, ഇല്ല ആ കുട്ടിക്ക് ഉണ്ടാവും, അള്ളാഹ് ഉണ്ടല്ലോ. ഇങ്ങനൊക്കെ അവർക്ക് പറയണമെങ്കില് ഒറ്റടിക്ക് വന്ന ഒരു കാര്യേ അല്ല ഇത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ബോംബ് പൊട്ടുമ്പോഴത്തേക്ക് യാ അള്ളാഹ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ അങ്ങനെയായിരുന്നു ജീവിച്ചത്. അവർ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ജീവിച്ചത്. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണോ ജീവിച്ചത് എന്നുള്ളത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ മൊത്തവും ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. എന്റെ പകുതി ക്ലാസ്സും ഇത് പറഞ്ഞിട്ട് തന്നെയായിരിക്കും. കാരണം നമ്മൾ അക്കീദ ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി റൂളിങ്സ് പഠിച്ചിട്ട് കാര്യമില്ല. അള്ളയായിട്ടുള്ള ആ ഒരു കണക്ഷനെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ ഫസ്റ്റ് തുടങ്ങണം. തെറ്റിനെതിരെ നിൽക്കാൻ വേണ്ടി തുടങ്ങണം. തെറ്റ് കാണുന്നുണ്ടോ, ഇല്ല ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ളത്. ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തവും അള്ളാഹ്ക്ക്. അതുകൊണ്ടാണ് ഗാസ ഇപ്പം വിജയിച്ചു നിൽക്കുന്നത്. ആൾക്കാരുടെ മുന്നിൽ ഗാസ തോറ്റിരിക്കുന്നതാണ്, ആരും ഹെൽപ്പിനില്ല. ഈവൻ ഇസ്രായേൽ പ്രസിഡന്റ് എന്താ പറഞ്ഞത്, അമേരിക്കക്കാരോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് ആയുധങ്ങൾ തന്നാൽ അത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഗാസയിലുള്ള ആൾക്കാരെ തീർത്ത് തരാം എന്നാ പറഞ്ഞത്. അത്രത്തോളം അവർക്ക് പറയണമെങ്കിൽ എത്ര ഉണ്ടാവും. പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താ, ഇപ്പം ഗാസയിലുള്ള ആൾക്കാർ തോറ്റുപോയി തന്നെയാണ്. പക്ഷെ അവർ വിജയിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഓരോ പാരന്റ്സ് സന്തോഷമായിട്ട് എന്താ പറയുന്നത്, അൽഹംദുലില്ലാ എന്റെ 5 മക്കളും ഷഹീദാക്കളായി എന്നുള്ളത്. നമുക്ക്
നമ്മളെ മക്കൾക്ക് ചെറിയൊരു തലവേദന വന്നാൽ തന്നെ അയ്യോ എന്ന് പറയാൻ തുടങ്ങും. നുസൈബ റളിയല്ലാഹു അൻഹ യുദ്ധം ചെയ്യുന്ന സമയത്താണ്, തലങ്ങും വിലങ്ങും യുദ്ധം ചെയ്യുന്ന സമയത്താണ് 15 വയസ്സുള്ള മോനും യുദ്ധം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്താണ് കൈ മുറിഞ്ഞിട്ട്, ഈ മോന്റെ കൈ മുറിഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വരുന്നു, ഉമ്മാന്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നുസൈബ റളിയല്ലാഹു ഒരു തുണിയെടുത്ത് കൈ കെട്ടിയിട്ട് പറഞ്ഞു പോയി യുദ്ധം ചെയ്യുന്നുള്ളത്. നമ്മളാണെങ്കിൽ അയ്യോ എന്റെ മോന്റെ കൈ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുസൈബ റളിയല്ലാഹു നോക്കിയിട്ട് പറയുന്നുണ്ട്, യാ നുസൈബ, ഇത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. എന്നിട്ട് നുസൈബ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒന്നും വേണ്ട യാ റസൂലല്ലാഹ്, നിന്റെ കൂടെ അവിടെ സ്വർഗത്തിൽ എനിക്കും എന്റെ ഫാമിലിക്കും ഒരു ഇടം വേണം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മള് ഇവിടെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല, ഇനി അവിടെയും നമുക്ക് വേണ്ടാന്നാണോ? അവിടെയും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഇരിക്കണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യോട് നമുക്ക് ആ ഒരു ഔദുൽ കൗസർ കുടിക്കണ്ടേ? ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് കഷ്ടപ്പെടേണ്ടത്. ഓൾറെഡി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇനി എന്റെ ഉമ്മത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരും, അവർക്ക് ദീന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഒരു കനല് കയ്യിൽ പിടിക്കുന്നത് പോലെ തന്നെയാണെന്നുള്ളത്. പക്ഷെ അവർക്ക് എന്തുണ്ട്, ഒരു 50 സഹാബാക്കൾ ചെയ്യുന്നതിന്റെ കൂലി ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഇക്കാലത്ത് തന്നെയാ നിൽക്കുന്നത്. നമുക്കിപ്പൊ ദീനെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. ഇത്രയും ആൾക്കാരുടെ ഇത്രയും തെറ്റ് ചെയ്യുന്ന ഇടയിൽ നമ്മൾ നമ്മുടെ ആ ദീനെ മുറുക്ക പിടിച്ച് ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ലൈഫിന്റെ മേലെ അള്ളാനെയും റസൂലിനെയും ഒന്നും മേലെ കാണാം. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ, മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഞാനും അള്ളയും റസൂലും, ഇതായിരിക്കണം എന്റെ ട്രയാങ്കിൾ. എന്റെ ലൈഫിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരിക്കണം. എന്റെ റബ്ബ്, എന്റെ റസൂൽ, ഇത് മാത്രമായിരിക്കണം. എന്റെ റബ്ബ് എന്താണോ പറഞ്ഞത് അത് ഞാൻ ചെയ്യും, എന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അത് ഞാൻ ചെയ്യും. കാരണം എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്ത് നിൽക്കണം, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കണം. എനിക്ക് ഇവിടുന്നോ പറ്റിയില്ല, എനിക്ക് അവിടെ പോണം. എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണും. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഗാസയിലെ ഈ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അവരും ഇതുപോലെ തന്നെയല്ലേ ചെയ്യാന്നുള്ളത്. എനിക്ക് ഖദീജ റളിയല്ലാഹു, നമുക്കും ഇതൊക്കെ കാണേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ താഴത്തെ ലെവലിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100ന്റെ ലെവലിൽ ഏറ്റവും മേലിരിക്കുമ്പം അവിടുന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. അപ്പം ജസ്റ്റ് മനസ്സ് തട്ടിയിട്ട് ഇനിയും മാറാൻ, കാരണം നമ്മൾ ഓരോ ആൾക്കാരും ഗാസയിലുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നാണെങ്കിൽ അള്ളാഹ് നമുക്ക് തരുന്ന ഒരു വാർണിംഗ് ആണ്, ഇനിയും മാറാനായില്ലേ എന്നുള്ളത്, ഇനിയും തിരിച്ച് എന്റെ അടുത്തേക്ക് വരാനായില്ലേ എന്നുള്ളത്. ഇനി എപ്പോഴാ മാറുക? നമുക്ക് പറഞ്ഞൂടാ, ഇനി നെക്സ്റ്റ് ഈ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് എന്റെ മരണമായിരിക്കാം. നിങ്ങളെക്കാളും ടെസ്റ്റ് വേണമെങ്കിൽ എനിക്കുണ്ടാവും. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, അത് എന്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ചോദ്യമായിരിക്കും എനിക്കുണ്ടാവുക. ഇതുവരെ ഇപ്പം ഈ ഒരു നിമിഷം നമ്മളെ ഭൂമിന്റെ മേലെയാണ്, അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞാൽ ഭൂമിന്റെ തായിലേക്ക് പോവാം. എന്ത് സംഭവിക്കാലോ, നമുക്ക് ഒരു ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. പിന്നെ എന്ത് ധൈര്യത്തിലാ നമ്മൾ ഇത്ര ഇതിൽ നിൽക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞേ? നിങ്ങൾ രാവിലെ ആയത് നിങ്ങൾ വൈകുന്നേരത്തിനെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ആ ഒരു രീതിയിൽ നിങ്ങൾ ജീവിക്കും. ഇത് എന്നോടും കൂടിയുള്ള റിമൈൻഡർ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. കാരണം അള്ളാനെ ആ ഒരു നമ്പർ 1 ലെവലിൽ കണ്ടില്ല എന്നാണെങ്കിൽ അള്ളാഹ് നമുക്ക് ആ ഒരു തൗഫീക്ക് തരൂല. ഒരു ഹിദായത്തിന്റെ തൗഫീക്ക് ഉണ്ട്, അത് നമുക്ക് കിട്ടൂല. നമുക്ക് ഇബാദത്ത് ഈസി ആക്കി തരും അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാം ഈസി ആക്കി തരും. തഹജ്ജുദിനൊക്കെ എണീക്കാൻ പറ്റും. കാരണം അള്ളാനെ നമ്മുടെ നമ്പർ 1 ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അള്ളയും എന്റെ റസൂലും ആണെങ്കിൽ, പിന്നെ നമുക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തൗഫീക്ക് തരും, ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഗാസയിലുള്ള ആൾക്കാർക്കുള്ളത് പോലത്തെ ആ ഒരു ലെവൽ ഓഫ് ഈമാൻ, ആ ഒരു തഖ്വ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ഓരോ ഉമ്മമാരും രാവിലെ എഴുന്നേൽക്കുന്നത് സ്വന്തം മക്കളുടെ തലയില്ലാതെയാണ്, സ്വന്തം മക്കളുടെ തല കാണാതെയാണ് ഓരോ ഉമ്മമാരും രാവിലെ എഴുന്നേറ്റ് നോക്കുന്നത്. എത്ര വേദനയാണെന്ന് നമ്മൾ ഇരിക്കുന്ന ഓരോ ഉമ്മമാർക്കും മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകട്ടെ. അവർക്ക് കൊടുത്ത ആ ഒരു ലെവൽ ഓഫ് ഈമാൻ നമുക്കും തരട്ടെ. യാ അല്ലാഹ്, ഈ ഉമ്മത്തിലെ ഫിർഔനുകളെ നീ നശിപ്പിക്കണേ യാ റബ്ബേ. കാരണം അത്രയും കുട്ടികള്, അത്രയും ഉപ്പമാർ, അത്രയും ആങ്ങളമാറും
ഉമ്മമാരും അത്രയും അവർക്ക് വേദന ഉണ്ട്, പക്ഷെ നിനക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. യാ അല്ലാ, നമ്മളിലും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ട്. യാ അല്ലാ, നിനക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും എല്ലാം സഹിച്ചു വെക്കുന്നുണ്ട്. നമുക്കും എല്ലാവർക്കും യാ അല്ലാ ക്ഷമിക്കാനുള്ള തൗഫീക്കും നിന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കണേ യാ റബ്ബേ. നിന്നെയും റസൂലിനെയും മാത്രം എന്റെ ലൈഫില്, നമ്മുടെ ലൈഫില് നമ്പർ 1 ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ യാ അല്ലാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. آمين آمين. وعليكم السلام ورحمة الله وبركاته. ورحمة الله وبركاته. جزاكم الله خير.